ലോകത്ത് ആരും വരുന്നത് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഗണേഷ് കുമാറിന്റെ ആശയമാണ് എന്ന് സാജൻ സക്കറിയ മറുനാടൻ മലയാളിയും പറഞ്ഞു. വേറെ ഒരാളും പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോടൊപ്പം ആ സമയത്ത് ഈ ടെക്നിക്കൽ വിഭാഗത്തിൽ സ്പോർട്സ് കൗൺസിലിൽ എന്നോടൊപ്പം ജോലി ചെയ്യരുത്. അവർ കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ്. അവർക്കത് അടുത്തറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഉണ്ടാക്കിയത് ഗണേഷ് കുമാറാണ്. ഉദ്ഘാടനത്തിന് പോലും എന്നെ വിളിച്ചില്ല. എനിക്കതിൽ പരാതിയൊന്നുമില്ല, നന്നായിരുന്നാൽ മതി. ഒരു പ്രോഗ്രാം നടത്തി, ലാലിശമൊക്കെ നടത്തി, നാശകോശാലിയായി അത് പോയി. അതെന്താ? ദൈവം ഇതെല്ലാം കാണുന്നുണ്ടാണ്. എനിക്കതിൽ പരാതിയില്ല, എന്നെ വിളിക്കാത്തതിൽ എനിക്ക് പരാതിയില്ല. പക്ഷെ അതിലെ വിളിക്കാതെ ഒന്നും ചെയ്യാതെ മിടുക്കനായ വന്ന ആളുകൾ പൂക്കലി വാങ്ങിച്ചുകൊണ്ട് പോയി നാട്ടുകാരെ ഇന്നെന്ന് ഓർത്താൽ മതി. ഇന്ന് അതൊരു സ്റ്റേഡിയമാണ്, അവിടെ ക്ലബുണ്ട്, അവിടെ കല്യാണ മണ്ഡപമുണ്ട്, എല്ലാ സൗകര്യം. കാര്യവട്ടം എന്ന് പറയുന്ന മേഖലയിലുണ്ടായ ഏറ്റവും വലിയ ടെക്നോ പാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ആ സ്റ്റേഡിയമാണ്. അന്തർദേശീയ നിലവാരമുള്ള സ്റ്റേഡിയം. ഒളിമ്പിക്സ് കാണാൻ പോയിട്ട് അവിടെ സ്റ്റേഡിയം മൊത്തം കറങ്ങി കണ്ടു. ഇത് മൊത്തം ഞാൻ വീഡിയോയിൽ പകർത്തി തിരിച്ചു കൊണ്ടുവന്ന് ഞാനും സ്പോർട്സ് സെക്രട്ടറി കൂടിയാണ്. ശിവശങ്കറാണ് സ്പോർട്സ് സെക്രട്ടറി. ഞങ്ങൾ രണ്ടുപേരുടെ ഇരുന്നിട്ട് അന്ന് വരെ വരച്ചിരുന്ന എല്ലാ പ്ലാനുകളും മാറ്റി വരച്ചു. അങ്ങനെയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം ഗവൺമെന്റ് വാങ്ങിയെടുത്ത് സ്റ്റേഡിയം പണിയാൻ ഒരു സ്വകാര്യ കമ്പനി ഏൽപ്പിക്കുന്നു. ആ സ്വകാര്യ കമ്പനി അത് സ്പോർട്സ് വകുപ്പിന് കൈമാറുന്നു. അത് ഇത്ര വർഷം കഴിയുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചു ചെല്ലും. ഇത്തരത്തിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത് പോലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു എഗ്രിമെന്റ് എവിടെ ഉണ്ടായിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണത്. അവിടെയാണ് ഈ സ്റ്റേഡിയം നിൽക്കുന്നത്. അത് സ്പോർട്സ് വകുപ്പിന് തരികയും അവർ തൽക്കാലത്തേക്ക് തരികയും അവിടെ ഒരു സ്വകാര്യ കമ്പനി 15 വർഷം നടത്താൻ പറഞ്ഞു. അവർ പോയി കഴിയുമ്പോൾ അത് സ്പോർട്സ് വകുപ്പിനാണ്. അത് കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ അവരിൽ നിന്ന് കായിക വകുപ്പിൽ നിന്ന് ഇത് യൂണിവേഴ്സിറ്റിക്ക്, കേരള യൂണിവേഴ്സിറ്റിക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മുന്നോട്ട് വന്ന് എളുപ്പമുള്ള കാര്യമൊന്നുമാണ്. നമ്മൾ